നമസ്കാരം സുഹൃത്തുക്കളെ. സ്വന്തം വീട് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു വികാരമാണ്. മാത്രമല്ല, സമാധാനമുണ്ടെങ്കിൽ നമ്മളുടെ വീടാണ് നമ്മുടെ സ്വർഗം. ആ വീട്ടിലേക്ക്, നമ്മുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനവും സുരക്ഷിതത്വവും ലോകത്ത് വേറെ എവിടെ പോയാലും, ലോകത്ത് വേറെ ഏത് കോണിൽ പോയാലും ഒരു പക്ഷെ നമ്മൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ കോടികൾ കൊണ്ട് പണി കഴിപ്പിച്ച ആ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുകയും അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒരാൾ ഒരു കൊലപാതകയുടെ രൂപത്തിൽ ഒരു കത്തിയുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഒന്ന് പുറത്തേക്ക് ഓടാൻ പോലും കഴിയാതെ പിടഞ്ഞു തീരേണ്ടി വന്ന ഒരു അമ്മയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു നിമിഷത്തെ ശാരീരിക ബലഹീനത എങ്ങനെയാണ് ഒരു വലിയ കുടുംബത്തെ മുഴുവൻ ശവപ്പറമ്പാക്കി മാറ്റിയത്? ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മൾക്കെല്ലാവർക്കുമുള്ള ഒരു സന്ദേശമാണ്. ചെന്നൈ നടുക്കിയ, കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തം ഉറഞ്ഞു പോകുന്ന അത്തരത്തിലുള്ള ഒരു സൈക്കോ ക്രൈം സ്റ്റോറിയാണിത്. ചെന്നൈ ആവടിക്കടുത്തുള്ള മേൽപ്പാക്കം എന്ന പ്രദേശം. അവിടെ 45-കാരനായ രജനിയും അതുപോലെ തന്നെ 35-കാരിയായ കലൈ ഭവാനിയും താമസിച്ചിരുന്നു. എന്നാൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലല്ലോ. വാടക വീട്ടിൽ താമസിച്ചിരുന്ന അവർക്ക് സ്വന്തമായി വലിയ ഒരു വീട് വെക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. അതിനായി അവർ തിരുവേർക്കാടിനടുത്തുള്ള വീരരാഘവപുരം എന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം മേടിച്ചു. അവിടെ തങ്ങളുടെ സ്വപ്ന ഭവനത്തിനായുള്ള പ്രവൃത്തിയും ആരംഭിച്ചു. ഭർത്താവ് രജനിക്ക് കടയിലെ തിരക്ക് കാരണം എപ്പോഴും പണി സൈറ്റിൽ വരാൻ ഒക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ നമ്മുടെ കലൈ ഭവാനിയായിരുന്നു വീടിന്റെ പണിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചുമതലയും ഏറ്റെടുത്തിരുന്നത്. കോയമ്പത്തൂരിലെ പൂമാർക്കറ്റിലെ വലിയൊരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. വളരെ സന്തോഷപരമായ, പണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സന്തുഷ്ടമായ കുടുംബം. ഇവർക്ക് 18 വയസ്സുള്ളൊരു മകനും 15 വയസ്സുള്ളൊരു മകളും, സന്തുഷ്ടമായ, സന്തോഷമായ, സമാധാനമുള്ള, പണത്തിന് പണം എന്നിങ്ങനെ തുടങ്ങി എല്ലാവിധ സൗഭാഗ്യങ്ങളുമുള്ള നല്ല കുടുംബം. ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണം? ഏറ്റവും വലിയ സ്വപ്നം തന്നെ തങ്ങളുടെ ശവക്കുഴിയായി തീരുമെന്ന് അവർ ഒരിക്കലും കണക്കുകൂട്ടിയിരുന്നില്ല. പുതിയ വീട് പണിയുന്ന സ്ഥലത്ത് കലൈ ഭവാനി ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ പോകുമായിരുന്നു. അവിടെ തൊട്ടടുത്തായി ഒരു ഇസ്ത്രി കടയൊക്കെ ഉണ്ടായിരുന്നു. 36 വയസ്സ് മാത്രം പ്രായമുള്ള മുരുകൻ എന്നയാളായിരുന്നു ആ ഇസ്ത്രി കട നടത്തിയിരുന്നത്. വീട് പണിയും മറ്റു കാര്യങ്ങളൊക്കെ സഹായത്തിനായി കലൈ ഭവാനി ദിവസവും എന്ന് പറഞ്ഞ പോലെ മുരുകനെ സഹായത്തിനായി ക്ഷണിച്ചു തുടങ്ങി. അയാളും വളരെ സ്നേഹത്തോടെയും താല്പര്യത്തോടെയും അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനും തുടങ്ങി. മുരുകൻ വിവാഹിതനായിരുന്നു, എന്നാൽ പോലും ഒരു വാടക വീട്ടിലായിരുന്നു അവനും കുടുംബവും താമസിച്ചിരുന്നത്. ഈ പരിചയം പതുക്കെ ഒരു സൗഹൃദമായിട്ട് മാറുകയാണ്. തന്റെ ഭാര്യയെ സഹായിക്കുന്ന മുരുകനെ ഭർത്താവ് രജനിക്കും വലിയ താല്പര്യമായിരുന്നു. ആ വീട് പണിയിൽ ഓരോ ഇഷ്ടികയും അട്ടിക്കട്ടിക്ക് മുകളിലേക്ക് വളരുന്നത് പോലെ കലൈ ഭവാനി തമ്മിലുള്ള ബന്ധവും വളർന്നുകൊണ്ടേയിരുന്നു. ഫോൺ കോളുകൾ മണിക്കൂറുകളോളം നീണ്ടു. വിളികൾ പിന്നീട് കാമത്തിന്റെ രൂപത്തിലേക്ക് മാറി. ഭർത്താവ് അറിയാതെ കലൈ ഭവാനിയും രജനിയും മറ്റ് പല പല സ്ഥലങ്ങളിൽ നിന്ന് കാണുവാൻ തുടങ്ങി. അവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടു. സ്വന്തം വീട് പണിയാൻ പോകുന്ന ഭാര്യയെ ഭർത്താവ് ഒരു കാരണവശാലും സംശയിച്ചില്ല. മാസങ്ങൾ കടന്നുപോയി. കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയ സ്വപ്ന ഭവനത്തിന്റെ പണി പൂർത്തിയായി. അങ്ങനെ പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞു. അവർ ആ പുതിയ വീട്ടിലേക്ക് താമസവും മാറി. എന്നാൽ പുതിയ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കലൈ ഭവാനിക്ക് ഈ സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. തനിക്കിപ്പോൾ വലിയ വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാവിധ സ്നേഹത്തോടു കൂടിയുള്ള ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഈ സമയത്ത് മുരുകനെ പോലെയുള്ള ഒരു ഇസ്ത്രി കടക്കാരനുമായിട്ടുള്ളൊരു ബന്ധം പുറം ലോകം അറിഞ്ഞാൽ, അതല്ലെങ്കിൽ തൻ്റെ ഭർത്താവോ മക്കളോ അറിഞ്ഞാൽ തനിക്കുണ്ടായേക്കാവുന്ന ആഘാതത്തെക്കുറിച്ച് കലൈ ഭവാനി ചിന്തിക്കാൻ തുടങ്ങി. മാത്രമല്ല, മുരുകന് സാമ്പത്തികമായി യാതൊരു കഴിവുമില്ല, അവനെ കൊണ്ട് തനിക്ക് വേറെ ആവശ്യവുമില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് കലൈ ഭവാനി എത്തിച്ചേരുകയാണ്. പതുക്കെ പതുക്കെ കലൈ ഭവാനി മുരുകനെ ഒഴിവാക്കാൻ തുടങ്ങി. അവന്റെ കോളുകൾക്ക് ഉത്തരം നൽകാതെയായി. അവനെ എല്ലാ മെസ്സേജിങ് ആപ്പുകളിൽ നിന്നും ബ്ലോക്ക് ചെയ്തു. കണ്ടാൽ പോലും അവനെ മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് കലൈ ഭവാനി മാറി. കലൈ ഭവാനിയുടെ ഈ മാറ്റത്തിൽ മുരുകനിലുണ്ടായ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വശത്ത് താൻ സ്നേഹിച്ച, താൻ ആത്മാർത്ഥമായി കൊണ്ടു നടന്ന പെണ്ണ് തന്നെ ഉപേക്ഷിച്ച് ഒരു കുടുംബത്തിൽ പുതിയ വീടൊക്കെ ഉണ്ടാക്കി നല്ല ആഡംബരത്തോടുകൂടി സുഖ സൗകര്യങ്ങൾ പോലെ അവിടെ രാജകുമാരിയെ പോലെ ജീവിക്കുന്നു.
താനാണെങ്കിൽ ഇപ്പോഴും പഴയ വാടക വീട്ടിൽ ഇസ്തിരി ഇട്ടുകൊണ്ട് ജീവിക്കുന്നു. എന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിയാൻ നീ ആരാടി? എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നീ അങ്ങനെ മറ്റൊരുത്തൻ്റെ കൂടെ സുഖമായി ജീവിക്കണ്ട. അവൻ്റെ ഉള്ളിലെ കടുത്ത അമർഷം അവൻ്റെ അകത്തെ സൈക്കോയെ സടകുഴഞ്ഞെണീപ്പിച്ചു. അവൻ പ്രതികാരത്തിനായി കാത്തിരുന്നു. മെയ് 30 പുലർച്ചെ ഭർത്താവ് രജനി കോയമ്പേട് മാർക്കറ്റിലേക്ക് രാവിലെ പൂക്കച്ചവടത്തിനായിട്ട് പോയി. ആ സമയത്ത് കലൈഭവാനിയും മക്കളും ആ വീട്ടിൽ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാഹചര്യം മുതലെടുത്ത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എല്ലാം മനസ്സിൽ കരുതി ആ വീട്ടിൽ കയറിപ്പറ്റി. രജനി പോകുന്നതും കാത്ത് പുറത്ത് മുരുകൻ ഒളിത്തിരിപ്പുണ്ടായിരുന്നു. മുൻവാതിലിലൂടെ അകത്ത് കയറിപ്പറ്റിയ മുരുകനെ കണ്ട് കലൈഭവാനി ഞെട്ടിത്തരിച്ചു. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ എന്നെ കൊല്ലുമടാ, ദയവ് ചെയ്തൊന്ന് ഇവിടുന്ന് പോ. ഇത് കേട്ട മുരുകന്റെ മനസ്സിലുണ്ടായിരുന്നത് അവൻ്റെ കാമമല്ല, പക്ഷേ അവനുണ്ടായിരുന്നത് കടുത്ത പകയായിരുന്നു. അവൻ്റെ കണ്ണുകളിലൂടെ ചുവന്ന നിറത്തിൽ അത് തീർത്തും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നീ എന്നെ വലിച്ചെറിഞ്ഞില്ലേ? നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. അവൻ വാശി പിടിച്ചു. അവർ തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുകളുണ്ടായി. ഇതിനിടയിൽ ഭയാനകരമായ മറ്റൊരു സംഭവം കൂടി നടന്നു. ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെ ശബ്ദം കേട്ട് അപ്പുറത്ത് റൂമിൽ ഉറങ്ങിക്കിരുന്ന കലൈഭവാനിയുടെ മകൾ എണീറ്റു. അവൾ അമ്മയുടെ റൂമിലേക്ക് വന്നു. ആ സമയത്താണ് മുരുകനെയും കലൈഭവാനിയും കൂടി ഒരുമിച്ച് ആ കുട്ടി അവിടെ കാണുന്നത്. തൻ്റെ അമ്മയുടെ റൂമിൽ ആ ഒരു സമയത്ത് മറ്റൊരു പുരുഷനെ കാണുന്ന മകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാം തകർന്നെന്ന് മനസ്സിലാക്കിയ കലൈഭവാനി തൻ്റെ മകളോടെന്ന പോലെ പറഞ്ഞു, മോൾ അകത്ത് കയറി വാതിലടച്ചോളൂ, അമ്മ ഇപ്പം വരാം. ഒരമ്മയുടെ അവസാനത്തെ വാക്കുകളായിരുന്നു അത്. മകള് മറ്റൊരു റൂമിൽ കയറി വാതിലടച്ചതും മുരുകന്റെ മനസ്സിലെ ആ മൃഗം സടകുടഞ്ഞെണീറ്റു. അവൻ അരയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് അവളെ ശക്തമായി കുത്താൻ തുടങ്ങി. മാറി മാറി അവളുടെ ശരീരമാസകലം അവൻ കുത്തി മുറിവേൽപ്പിച്ചു. അയ്യോ, എന്നെ കൊല്ലല്ലേ എന്ന രൂപത്തിൽ കലൈഭവാനി ഉറക്കെ നിലവിളിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും അവൻ്റെ മനസ്സിലുള്ള പക അടങ്ങിയിരുന്നില്ല. അവൻ്റെ മനസ്സിലുള്ള പക തീരുന്നതുവരെ അവൻ അവളെ മാറി മാറി കുത്തി പരിക്കേൽപ്പിച്ചു. അവൾ ചോരയിൽ കുളിച്ച് താൻ പണി തീർത്ത വീട്ടിൽ മരിച്ചു വീണു. ആ വീടിൻ്റെ മാർബിൾ തിടങ്ങളാകെ അവളുടെ ചോര കുടിച്ച് നിറഞ്ഞു. ഈ സമയത്ത് അവളുടെ മുറിയിൽ ആ മകൾ പേടിച്ച് ഭയം കൊണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കൊലപാതകത്തിന് ശേഷം മുരുകൻ അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അവൻ മുൻവാതിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ മറ്റാരെങ്കിലും കാണുമോ എന്ന ഭയത്താൽ നേരെ ടെറസിന് മുകളിലേക്ക് കയറി. ടെറസിന് മുകളിലേക്ക് കയറിയ അവൻ തൊട്ടടുത്ത വീടിൻ്റെ മുകളിലേക്ക് ചാടാൻ ശ്രമിച്ചു. എന്നാൽ കർമ്മ അവനെ വിടാതെ പിന്തുടർന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത വീടിൻ്റെ മുകളിലെ ടെറസിലേക്ക് ചാടി അവൻ കാല് തെറ്റി നിലത്തേക്ക് പതിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ അവൻ്റെ കാലൊടിഞ്ഞു നുറുങ്ങി. അവന് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മുരുകന്റെയും കലൈഭവാനിയുടെയും നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന കലൈഭവാനിയെയും അതേപോലെ കാലൊടിഞ്ഞു നുറുങ്ങിയ കോലത്തിൽ നിലത്ത് കിടക്കുന്ന നമ്മുടെ മുരുകനെയുമാണ്. മുരുകനെ നാട്ടുകാർ അവിടെ തടഞ്ഞു വെച്ചു. ഉടനെ തന്നെ തിരുവേർക്കാട് പോലീസിലേക്ക് വിവരം അറിയിച്ചു. പോലീസ് എത്തി മുരുകനെ അറസ്റ്റ് ചെയ്തു. സുഹൃത്തുക്കളെ, സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പടുക്കിയ ആ വീട്ടിൽ തന്നെ മരിച്ചു വീഴേണ്ടി വന്ന ആ കുടുംബിനിയുടെ അവസ്ഥ എന്താണ്? മാത്രമല്ല ആ മക്കളുടെയും ആ ഭർത്താവിൻ്റെയും അവസ്ഥ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം ഉണ്ടായിട്ടും അവസാനം അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്തുണ്ട് കാര്യം? എല്ലാവർക്കും ഒരുപക്ഷെ തോന്നിയേക്കാം വിവാഹേതര ബന്ധങ്ങൾ വളരെ ത്രില്ലിംഗ് ആണെന്ന്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ത്രില്ലിംഗ് ആണ് എന്നതിലുപരി നിങ്ങളുടെ സ്വയം കോഴി തോണ്ടുന്നതാണ് എന്നതാണ് ഇതിലെ പരമയാഥാർത്ഥ്യം. ആദ്യമല്ല നിങ്ങൾക്കിതൊരു വലിയ സ്വർഗം എന്ന ഫീല് തരുന്നെങ്കിലും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. കാരണം മറുപുറത്ത് നിൽക്കുന്ന കക്ഷിയുടെ കയ്യിലായിരിക്കും നിങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവൻ. ആ രഹസ്യങ്ങൾ പുറത്തു വിടുമെന്ന വ്യാജേന അയാൾ നിങ്ങളെ ബലകരമായി പിടിച്ചു വെക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി നിങ്ങൾ നശിപ്പിച്ചത് നിങ്ങളെ വിശ്വസിച്ച സ്വന്തം ഭർത്താവിനെയും അതേപോലെ സ്വന്തം മക്കളുടെ ഭാവിയെയുമാണ്. നിങ്ങൾ എന്ത് തന്നെ നേടിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്കും നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ജീവനുമാണ്. ആ ഭർത്താവിനും കുടുംബത്തിനും നഷ്ടപ്പെട്ടതും കുറേയേറെ സ്വപ്നങ്ങളും. ഈ ഭയപ്പെടുത്തുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത വീഡിയോയിൽ നാളെ അടിപൊളി കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.